ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 13. വിലയേറിയതിനായി ഓടുക. നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. എന്റെ സുഹൃത്ത് ഇറായുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് കണ്ട് കണ്ണീരടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. 2022 ഉപരോധിക്കപ്പെട്ട ഉക്രൈന്റെ തലസ്ഥാനമായ കീവിയിലെ തന്റെ വീട് വിട്ട് ദിവസങ്ങൾക്കു ശേഷം അവൾ ഒരു ഓട്ട മത്സരത്തിന്റെ അവസാനം തന്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്നതിന്റെ ഒരു മുൻകാല ചിത്രം പോസ്റ്റ് ചെയ്തു. അവൾ എഴുതി, ജീവിതമെന്ന് വിളിക്കപ്പെടുന്ന മാരത്തൺ ഓട്ടത്തിലാണ് നാം എല്ലാവരും. മുമ്പത്തേക്കാൾ നന്നായി ഈ ദിവസങ്ങളിൽ നമുക്ക് ഓടാം. ഹൃദയങ്ങളിൽ മരിക്കാത്ത എന്തോ ഒന്നുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ സുഹൃത്ത് ആ ഓട്ടം തുടരുന്ന പല വഴികളും ഞാൻ കണ്ടു. അവളുടെ രാജ്യത്ത് ദുരിതമനുഭവിക്കുന്നവർക്കായി എങ്ങനെ പ്രാർത്ഥിക്കാമെന്നും പിന്തുണയ്ക്കാമെന്നും അവൾ ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്തു. ഇറായുടെ വാക്കുകൾ എബ്രായർ 12 വിശ്വാസികൾ സ്ഥിരതയോടെ ഓടുക എന്ന ആഹ്വാനത്തിന് പുതിയ ആഴം കൊണ്ടുവന്നു. ആ ആഹ്വാനം വിശ്വാസ വീരന്മാരുടെ ജീവൻ പോലും അപകടത്തിലായിട്ടും ധീരവും സ്ഥിരവുമായുള്ള ഓട്ടം ഓടിയ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിന്റെ ഹൃദയസ്പർശിയായ വിവരണത്തെ രേഖപ്പെടുത്തിയ അധ്യായത്തെ പിന്തുടരുന്നു. അവർ ദൂരത്തു നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കണ്ട് അഭിനന്ദിച്ച് നിത്യമായ ഒന്നിനു വേണ്ടി, ഒരിക്കലും മരിക്കാത്ത ഒന്നിനു വേണ്ടി ഓടുകയായിരുന്നു. യേശുവിലുള്ള എല്ലാ വിശ്വാസികളും അങ്ങനെ തന്നെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവരാജ്യത്തിന്റെ ശാലവും സമാധാനവും സംതൃപ്തിയും നമ്മുടെ സകലവും സമർപ്പിക്കുവാൻ യോഗ്യമാണ്. ക്രിസ്തുവിന്റെ മാതൃകയും ശക്തിയുമാണ് നമ്മെ എന്നും നിലനിർത്തുന്നത്. ചിന്തിക്കുക, ധീരമായ വിശ്വാസത്തിന്റെ ഏതെല്ലാം ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? യേശുവിന്റെ മാതൃക നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്നത് എങ്ങനെ? ദൈവത്തിന് മഹത്വം.